നമുക്ക് എടുത്തൊഴിവാക്കിയിട്ട് അടുത്തത് വെക്കാം. അടുത്ത ആൾ വരൂ. ആ മക്കളെ, ടീച്ചർ ഇതേ അടുത്ത ആനിമൽസിനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആരാ വരുന്നേ? പെട്ടെന്ന് വാ മക്കളെ. ആരും വരുന്നില്ല അല്ലേ? എന്നാ ഞാൻ തന്നെ വിളിക്കാം. ജാനറ്റ് വരൂ. എന്തിനാ ജാനറ്റ് പേടിക്കുന്നേ? ടീച്ചറിന്റെ അടുത്തേക്കല്ലേ വരുന്നേ? ടീച്ചർ അടിക്കൊന്നുമില്ല. പെട്ടെന്ന് വാ. മിസ്സേ, അതൊന്നുമല്ല. എനിക്കൊന്നും അറിയില്ല മിസ്സേ. ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാരും പേടി. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. അറിയാന്ന്. മിസ്സേ, ഈ പച്ച കളറിലുള്ളത് ഡൈനോസേഴ്സ് അല്ലേ? ഡൈനോസർ. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ഡൈനോസർ തന്നെയാണത്. നെക്സ്റ്റ് വൺ ഗോട്ടലൈനസ്. ആടുകൾ. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണോ മടിച്ച് അവിടെ തന്നെ നിന്നത്? വെരി ഗുഡ്. മൂന്നാമത്തത് എനിക്കറിയാം. കോഴികൾ. അതെ, കോഴികൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കുമല്ലേ? എല്ലാവരും കോഴിനെ കാണാറില്ലേ? കാണാറുണ്ട്. എന്റെ വീട്ടിലുണ്ട് മിസ്സേ. നിറയെ കോഴികളുണ്ട്, കോഴിമക്കളുണ്ട്. എന്റെ അമ്മമ്മയ്ക്ക് കോഴിമുട്ട ഇഷ്ടാ. അതെ അതെ, കോഴികൾ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടായിരിക്കും. നമുക്ക് കോഴികളെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കോഴിമുട്ട കഴിക്കാം. നല്ല നാടൻ കോഴിമുട്ട പോഷക ഗുണങ്ങൾ ഏറെയാണ്. മിസ്സേ, എന്റെ അച്ഛൻ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങി തന്ന പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് മിസ്സേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മിസ്സിനത് ഇഷ്ടമായോ? ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ ജാനറ്റ്, ഉടുപ്പ് അടിപൊളി. എന്താ വിശേഷമെന്നൊക്കെ? അതെ, ജാനറ്റിന്റെ ഉടുപ്പിന്റെ ഭംഗി കണ്ടിട്ട് തന്നെയാ അടിപൊളി. പിന്നെ ഡൈനോസേഴ്സിനെ കുറിച്ച് നിങ്ങൾ ആരും അധികമൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മൃഗമാണ് ഡൈനോസേഴ്സ്. ദിനോസറുകൾ എന്നും അതിനെ പറയാറുണ്ട്. ഞാന് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് മിസ്സേ അതിനെ കുറിച്ച്. ആണോ? വെരി ഗുഡ്. ഫോണൊക്കെ കിട്ടിയാൽ നമ്മള് അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വെറുതെ കാർട്ടൂൺസും കഥകളും മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ന്യൂസ് ഒക്കെ കാണാറുണ്ട് മിസ്സേ. എനിക്ക് ഇഷ്ടമാ. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ആരൊക്കെ ഡെയിലി വീട്ടിൽ പോയിട്ട് ന്യൂസ് ഒക്കെ കാണാറുണ്ട്? അതുപോലെ പത്രങ്ങൾ വായിക്കാറുണ്ട്. അതുപോലെ പുരാതനമായിട്ടുള്ള പല കാര്യങ്ങളും ഫോണിലൊക്കെ ഉണ്ടാകും. അതെല്ലാം ആരൊക്കെ കാണാറുണ്ട്? അങ്ങനെയുള്ള അറിവുകളൊക്കെ ആരൊക്കെ ശേഖരിക്കാറുണ്ട്? അങ്ങനെയൊക്കെ ചെയ്യണം. ജാനറ്റ് അതൊക്കെ ചെയ്തത് കൊണ്ടാണ് അവൾക്ക് ഡൈനോസേഴ്സിനെ പെട്ടെന്ന് തന്നെ മനസ്സിലായത്. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അത് മനസ്സിലായിരുന്നോ? അതാണ് പറഞ്ഞേ, നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടണമെങ്കിൽ നമ്മളെ അത് കേൾക്കുകയോ കാണുകയോ തന്നെ വേണം. അല്ലാതെ ഒന്നും കിട്ടില്ല.